ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നിവിടെ വെള്ളമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കിണറ്റിൽ നിന്ന് കോരണം. അവിടെ അടുത്ത് തന്നെയാണ് പഞ്ചായത്ത് കിണർ, അവിടെ നിന്ന് കോരണം. അപ്പോൾ രാവിലെ വെള്ളം കോരി അലക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മോളെ ഞാൻ ഇത് ഉറക്കി കിടത്തിയിട്ടുണ്ട്. അവളെ ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവളെ ഇവിടെ കിടത്തി കഴിഞ്ഞാൽ ബെഡിൽ കിടത്തി കഴിഞ്ഞാൽ ശരിയായില്ല. ഞാൻ അത് താഴത്തെ കിടത്തണം അവളെ, എന്നാലും എനിക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് താഴത്ത് ഞാൻ പായൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവളെ ഞാൻ താഴത്ത് കിടത്തിയിട്ട് വേണം എനിക്ക് പാത്രം കഴുകാനും പിന്നെ കുറച്ചും കൂടി വെള്ളം കോരാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകാനായിട്ട് ഇതാണ് ഞങ്ങളുടെ റൂം കണ്ടു കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ മഴയെ കാരണം പുറത്തൊന്നും വിരിച്ചിടാൻ സ്ഥലമില്ല. ഒരു ക്ലബ്ബുണ്ട്, ഞങ്ങൾക്ക് തൊട്ടടുത്തൊരു ക്ലബ്ബുണ്ട്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ വിരിച്ചിടാൻ നമുക്ക് പറ്റുള്ളൂ. അതാണ് കിണർ കണ്ടോ, അതാണ് ഞങ്ങളുടെ കിണർ, പഞ്ചായത്ത് കിണറാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ക്ലബ്ബ്, ആ ക്ലബ്ബിലാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ വിരിച്ചിടൽ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പൂച്ച വന്നിരിക്കും. പിന്നെ നിലത്ത് വീണ് നമുക്കൊന്നും പറ്റില്ല. കാരണം നിലത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മളത് വാഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജനലിലൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു അഴ കെട്ടണം എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾ ഫ്ലിപ്കാർട്ട് കെട്ടണം, എൻ്റെ വില ഇങ്ങനെ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിത് വലിയ കാര്യത്തിലൊക്കെ ആളെ ഉറക്കി ഞാൻ താഴത്ത് കിടത്തിയിട്ടുണ്ട്. ഞാനൊന്ന് ഡോർ തുറന്നൊന്ന് നീങ്ങണം, അപ്പോഴേക്കും അവൾ എണീറ്റു. പിന്നെ അവൾ ഉറങ്ങണില്ല. അപ്പോൾ ഞാൻ പിന്നെ അവളെടുത്തിട്ട് ഇങ്ങനെ ഉമ്മർത്ത് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഉറക്കിയിട്ട് വേണം എനിക്ക് ഇത് പല പാത്രം കഴുക പണി ഇങ്ങനെ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനത് ഉമ്മർത്ത് നമ്മുടെ അമ്മാമ്മയുണ്ട്, അമ്മാമ്മയുടെ കയ്യിലാണ് കൊടുക്കുന്നത് അവളെ. അപ്പോൾ അവർ നോക്കിക്കോളും. ഇവിടത്തെ ഡ്രസ്സ് വിരിച്ചിട്ടിരിക്കുകയാണ്, കണ്ടോ. ഡ്രസ്സൊക്കെ വിരിച്ചിട്ടിരിക്കുക, ഡ്രസ്സൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ വെയിലില്ലെങ്കിൽ നമുക്കൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് വിരിച്ചിടാണ്ട്. വെള്ളം ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. അപ്പോൾ നമുക്ക് കൊട്ടത്തളത്തിൽ ആ പാത്രങ്ങൾ കഴുകാണ്ട്. തൊട്ടടുത്ത പഞ്ചായത്ത് കിണറുണ്ട്. നമുക്ക് കിണർ കൊണ്ട് നമുക്ക് നല്ല ഉപകാരമുണ്ട്. കാരണം വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കോരാം. പക്ഷേ കോരേണ്ട കാര്യമാണ്, നമുക്ക് കുറച്ച് എന്നല്ലല്ലോ, നമുക്കിങ്ങനെ കുറേ എടുക്കണ്ടേ വെള്ളം. പാത്രം കഴുകാനും അലക്കാനും ഒക്കെ ഇതിന് നമുക്ക് വെള്ളം ആവശ്യമുള്ള കാരണം നമുക്ക് നല്ലോണം വെള്ളം ആവശ്യമുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ കൂടുതലുള്ള കാരണം ഇവിടെ നല്ലോണം നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അവളെ ഞാൻ അമ്മാമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പാത്രം കഴുകാൻ നിൽക്കുകയാണ്. അല്ലാണ്ട് എൻ്റെ ഒരു പണി നടക്കില്ല. കാരണം അവൾ സമ്മതിക്കില്ല, അവളിങ്ങനെ എടുത്തിരിക്കണം. അപ്പോൾ കുറച്ചധികം പാത്രം ഉണ്ടായിരുന്നു. എന്തായാലും ചായ കുടിച്ച പാത്രങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചത്തേക്ക് പടവലങ്ങയാണ് നമുക്ക് കറി വയ്ക്കാനുള്ളത്. പടവലങ്ങയും മുരിങ്ങക്കായും അതിട്ടിട്ട് കറി വയ്ക്കാമെന്ന് വെച്ചു. ഇന്നിപ്പോൾ അനിയനൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും കറി വയ്ക്കണം. അപ്പോൾ ചേട്ടൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് ചോറിനാനൊക്കെ വരും. അപ്പോൾ ഞാൻ അവളെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവളെ അവിടെ കൊണ്ടുവന്നു. കാരണം അവൾ ഇരിക്കില്ല, അവൾ കുറച്ച് കഴിഞ്ഞാൽ അമ്മയെ ധന്യ എന്നാണ് വിളിക്കുക. ധന്യ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ കരച്ചിലൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കറി വെക്കണം. കറിയാണ് അപ്പോൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് നമ്മൾ കുക്കറിലിട്ടിട്ടുണ്ട്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. തേങ്ങ കുറച്ചും കൂടി വേണം. അതൊക്കെ ശരിയാക്കി നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ടാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്കിവിടെ അച്ചാറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വേറെ കറിയൊന്നും വെച്ചില്ല. അപ്പോൾ കറക്റ്റ് സമയത്തിന് കറിയായി കാരണം ഭാഗ്യമായി. കാരണം കറക്റ്റ് സമയത്തിന് എന്താണ് ഗ്യാസും തീർന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും വെക്കാൻ പോയില്ല. അപ്പോൾ അവളെ ഞാൻ ഉച്ചയ്ക്ക് ഉറക്കി കിടത്തി. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങി കഴിഞ്ഞിട്ട് ഒരു 5 മണിക്ക് ആണ് ഞാൻ എണീറ്റത്. അപ്പോൾ എണീറ്റ് പാടെ ഞാൻ എന്ത് ചെയ്തു, വെള്ളം കോരാനൊക്കെ ഇട്ട് തിന്നു. കാരണം നമുക്ക് വൈകുന്നേരത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ വേണം കുളിക്കാനൊക്കെ ഇട്ട്. അത് കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പിന്നെ തുണിയൊക്കെ മടക്കി വെക്കാനായിരുന്നു. ആ തുണിയൊക്കെ മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് ഒന്നും ഉണങ്ങിയിട്ടില്ല. നല്ല പോലെ ഒന്നും ഉണങ്ങണില്ല. കാരണം ഭയങ്കര മഴയാണ്, തണവൊക്കെ ഉണ്ട്. നാളെ നമ്മൾ അത്യാവശ്യത്തിന് ഉണങ്ങിയ കുറച്ച് ഡ്രസ്സൊക്കെ നമ്മൾ മടക്കി ഞാൻ അലമാരയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. കാരണം നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ കാലങ്ങളാണ് കല്യാണത്തിന് മുന്നേ അങ്ങോട്ട് മേടിച്ചതാണ്. നല്ലൊരു പ്രൊഡക്റ്റ്, ഇതുവരെ നാശമായിട്ടൊന്നുമില്ല. അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ മടക്കി അലമാരയിലേക്ക് തന്നെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മുടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കൊഴിയുണ്ട്, നല്ല കൊഴിയുണ്ട്. ഇവിടെയൊക്കെ എൻ്റെ മുടിയാണ് കേട്ടോ. ഞാനിപ്പോൾ എന്താ ചെയ്യുക, മുടി വെട്ടിക്കളയണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചാൽ പോട്ടെ. പിന്നെ ഒരു കാര്യം വെച്ചാൽ മുടി പോണതിനനുസരിച്ച് നല്ലോണം വളരുന്നുണ്ട് കേട്ടോ എൻ്റെ മുടി. കാരണം പോണതിനനുസരിച്ച് അതുപോലെ തന്നെ വളരുന്നുണ്ട്. അപ്പോൾ
എന്നാലും നല്ല മുടി കൊഴിയും. ഇപ്പോൾ രാത്രി ഞാൻ മുടിയൊക്കെ മടക്കി കെട്ടി വെച്ചിട്ട് പിന്നെ ഞാൻ മക്കളുടെ കൂടെ അങ്ങോട്ട് ഇരിക്കണം, കുറച്ച് നേരം മക്കളുടെ കൂടെ അങ്ങോട്ട് ഇരിക്കാമെന്ന് വെച്ചു. അപ്പോൾ രണ്ടാളും കൂടി ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. രണ്ടാളും ഭയങ്കര യുദ്ധമാണ്. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിന് രണ്ടാളും കൂടി ഇപ്പോൾ ഭയങ്കര വാശിയാണ്. ഇപ്പോൾ ഒരു കസാരയ്ക്ക് വേണ്ടി രണ്ടാൾ യുദ്ധമാണ്, ഒരു പാനിക്ക് വേണ്ടി രണ്ടാൾ യുദ്ധമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരത്തിന് ഞാൻ മക്കൾക്ക് ചോറ് ഞാൻ വെച്ചു. രാവിലെ വെച്ച ചോറ് എന്തായാലും കൊടുക്കുന്നില്ല. അപ്പോൾ വൈകുന്നേരത്തിന് ഞാൻ ചോറ് വെച്ചു. പിന്നെ മീൻ പീര പറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല ഉറക്കമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അവളെ ഉറക്കി. അതിൻ്റെ കൂടെ അച്ഛനും ഉറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.